ഹായ് എവരി വൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളൻ്റെ ആർട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഈ ഒരു വീഡിയോ നിങ്ങളുടെ സോള് ഈ ഒരു സമയം നിങ്ങളോട് എന്താണ് പറയാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നത്, നിങ്ങൾ ചിലപ്പോൾ അത് ശ്രദ്ധിക്കാത്തൊരു കാര്യമായിരിക്കാം. നിങ്ങളുടെ സോള് ഈ നിമിഷം നിങ്ങളോട് എന്താണ് പറയാൻ ശ്രമിക്കുന്നത്? അപ്പം നമുക്ക് നോക്കാം. നമുക്ക് സോൾ മെസ്സേജ് തന്നെ എടുക്കാം. ആദ്യം നിങ്ങളുടെ സോളിൽ നിന്നുള്ള മെസ്സേജ് തന്നെ എടുക്കാം. റിലീസ് യുവർ ക്രിയേറ്റീവ് എനർജീസ് ആണ് ആദ്യം വന്നിട്ടുള്ളത്. കൺജങ്ഷൻ അലയൻസ് ആണ്. ടാരറ്റ് കാർഡ്സ് വെച്ച് നോക്കാം. കൺട്രോൾ, സോറോ, നത്തിങ്നെസ്, ഫ്ലവറിങ്. ബോട്ടം വന്നിട്ടുള്ളത് പ്രൊജക്ഷൻസ് ആണ്. നമുക്ക് ആദ്യം വന്നിട്ടുള്ള കാർഡ് റിലീസ് യുവർ ക്രിയേറ്റീവ് എനർജീസ് ആണ്. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് കഴിവുകൾ ഉണ്ടെന്നാണ് സോള് പറയുന്നത്. നിങ്ങൾ പാസ്റ്റ് ലൈഫിൽ നിന്നും കൊണ്ടുവന്ന ഒരുപാട് കഴിവുകൾ, കാരണം പാസ്റ്റിൽ നിങ്ങൾ ഒരുപാട് കഴിവുകളുള്ള ആൾക്കാരായിരുന്നു. അത് ഇപ്പോഴും നിങ്ങളുടെ സോളിലുണ്ട്. അത് ഇനി നിങ്ങൾ അടച്ചു വെക്കരുത്, നിങ്ങളത് റിലീസ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ പാടാനോ എഴുതാനോ വരയ്ക്കാനോ ഡാൻസ് ചെയ്യാനോ ഹീൽ ചെയ്യാനോ ചിലപ്പോൾ ടാരോ വായിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു മെന്റർ അങ്ങനത്തെ ഒരു ഇതിൽ ജോലി ചെയ്യാനോ ഒക്കെയുള്ള കഴിവ് നിങ്ങൾക്കുണ്ട് എന്നാണ് കാണുന്നത്. പലതരത്തിലുള്ള കഴിവുകൾ ഉള്ള ആൾക്കാരാണ് ഈ റീഡിങ് കാണുന്നത്. പ്രത്യേകിച്ചും ആത്മീയ ഉണർവ് ലഭിച്ച ആൾക്കാരാണ്, അങ്ങനത്തെ സോളാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ അങ്ങനത്തെ കഴിവുകൾ നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ പുറത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ അത് നിങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇതൊന്നും നിങ്ങൾക്കുള്ള കഴിവുകളൊന്നും നിങ്ങൾ ഇതുവരെ ഉപയോഗിക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് സോൾ നിങ്ങളോട് പറയുന്നത്. അപ്പൊ നിങ്ങൾ ആദ്യം അതൊന്ന് മനസ്സിലാക്കുക. എന്ത് കഴിവാണ് നിങ്ങൾക്കുള്ളതെന്ന് ആദ്യം നിങ്ങൾ സ്വയം തിരിച്ചറിയുക. അത് ലോകത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരിക. അത് ആദ്യം നിങ്ങൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതില് ഇനിയെങ്കിലും നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു പ്രകാശം നിങ്ങൾ മറച്ചു വയ്ക്കരുത് എന്നുള്ളതാണ് സോള് ഈ ഒരു സമയം നിങ്ങളോട് പറയുന്നത്. അടുത്ത് വന്നിട്ടുള്ളത് കൺജങ്ഷനാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു സമയം ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. ഇപ്പൊ അതും ശരിയായ ദിശയിലേക്കാണ് നിങ്ങൾ പോകുന്നത്. ശരിയായ രീതിയിൽ ശരിയായ ദിശയിലേക്ക് നിങ്ങൾ പോകുന്നുണ്ട്. പക്ഷേ അതായത് ഒരു അലൈൻമെന്റിലേക്ക് പോകുന്നു. അങ്ങനെയാണ് നിങ്ങൾ ഇപ്പം ഈ ഒരു സമയം നിങ്ങൾക്ക് അങ്ങനെയാണ്. അപ്പോൾ ഇതുവരെ പക്ഷെ നിങ്ങൾ പല കാര്യങ്ങളും അത് അത്രത്തോളം അങ്ങ് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. കാരണം ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ കൺമുന്നിലുണ്ട്. ചിലപ്പം ഏഞ്ചൽ നമ്പേഴ്സ് കാണുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില മെസ്സേജസ്, നിങ്ങൾ ചിന്തിക്കുന്ന കാര്യം അത് സംഭവിച്ചതായിട്ട് ആർക്കെങ്കിലും സംഭവിച്ചതായിട്ട് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടായിരിക്കും. അപ്പം നിങ്ങൾ ചിന്തിക്കുകയോ ഇത് ഞാൻ വിചാരിച്ച കാര്യമാണല്ലോ. നിങ്ങൾ ചിന്തിക്കുന്ന കാര്യം വേറൊരാളിന് സംഭവിച്ചു എന്ന് നിങ്ങൾ കേൾക്കുന്ന നിമിഷം നിങ്ങൾ മനസ്സിലാക്കാതെ നിങ്ങൾക്കുള്ള മെസ്സേജാണ്. പലപ്പോഴും നമ്മൾക്കുള്ള മെസ്സേജ് നമുക്ക് ഡയറക്റ്റ് ആയിട്ടല്ല തരുന്നത്, വേറെ ആരിലൂടെങ്കിലും ആണ് അത്. അല്ലെങ്കിൽ ചിലപ്പോൾ യൂട്യൂബ് വീഡിയോയിലായിരിക്കാം, അല്ലെങ്കിൽ പരസ്പരം വേറെ ഏതെങ്കിലും വ്യക്തികൾ സംസാരിക്കുന്നതായിരിക്കാം. ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് വരുന്നൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു മെസ്സേജിലായിരിക്കാം, വേറെ ആർക്കെങ്കിലും കിട്ടിയ ഒരു മെസ്സേജും ആയിരിക്കും കേട്ടോ. അതിലൊക്കെ നിങ്ങൾക്കുള്ള സന്ദേശങ്ങളാണ് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇതിൽ നിങ്ങൾ
പല സമയവും എന്താണ് നിങ്ങൾ അത് തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ്. ഉം, കാരണം നിങ്ങളുടെ ഉള്ളിൽ കുറേ കുറേ കാര്യങ്ങൾ നിങ്ങൾ കൺട്രോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉം, കാരണം ഒന്നുകിൽ അത് നിങ്ങളെ സമൂഹം പഠിപ്പിച്ചതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരെ ഭയപ്പെടുന്നത് കൊണ്ടായിരിക്കാം. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിലുള്ളത് കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്ന പല കാര്യങ്ങളും നിങ്ങൾക്കുള്ളതാണ് എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ മനസ്സിലാക്കുക, കുറേ ഡിവൈനായിട്ടുള്ള കണക്ഷൻ നിങ്ങൾക്ക് ഈ ഒരു സമയം കിട്ടുന്നുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് സോൾ നിങ്ങളോട് പറയുന്നത്. പക്ഷേ ഇതിൽ നിങ്ങൾ പല കാര്യങ്ങളും നിങ്ങൾ നിയന്ത്രിക്കാൻ ഓവർ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ തന്നെ അത് കൺട്രോൾ ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിലും ചിലപ്പോൾ പലപ്പോഴും അത് അങ്ങനെയല്ല എന്ന് വിചാരിക്കുന്നു, കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ശരിക്കും നിങ്ങൾക്കൊരു ഡൗട്ട് വരും, അതെങ്ങനെ നടക്കും, അതെപ്പോൾ നടക്കും, അല്ലെങ്കിൽ നടക്കുമോ. ഈ ഒരു കാര്യം ആഗ്രഹിച്ച ഉടനെ തന്നെ നിങ്ങൾ ചിന്തിക്കുമോ അതൊന്നും നടക്കാൻ പോകില്ല, അല്ലെങ്കിൽ അതെങ്ങനെയാണ് നടക്കേണ്ടുന്ന സാധ്യതകൾ നിങ്ങൾ ചെയ്യും, അല്ലെങ്കിൽ സാഹചര്യങ്ങൾ. അപ്പം അങ്ങനെയുള്ള സാധ്യത ഇല്ല, അപ്പം പിന്നെ എങ്ങനെ നടക്കും? അത് നിങ്ങൾ തന്നെ അതിനെ നിയന്ത്രിച്ച് നിങ്ങൾ തന്നെ അതിനെ ബ്ലോക്ക് ചെയ്യുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ ആ ഒരു ഫ്ലോയിൽ ഇരിക്കാനാണ്, ആ ഒരു ഫ്ലോയിൽ വരുന്നത് വരട്ടെ എന്നുള്ളൊരു ഫ്ലോയിൽ ഇരിക്കുക. ഓവർ തിങ്ക് ചെയ്ത് അതെങ്ങനെ എപ്പോൾ അങ്ങനത്തെ ചിന്ത വേണ്ട എന്നാണ് നിങ്ങളുടെ സോൾ പറയുന്നത്. അത് സോറോയാണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ പാസ്റ്റിലുണ്ടായ ചില മുറിവുകൾ, വേദനകൾ, ഇതൊക്കെ നിങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിച്ചിട്ടുണ്ട് എന്നാണ് കാണുന്നത്. അത് അതിൽ നിങ്ങൾ കുടുങ്ങിക്കിടക്കും തോറും നിങ്ങളുടെ പല കാര്യങ്ങൾ, നിങ്ങൾക്ക് വരുന്ന അനുഗ്രഹങ്ങളെ നിങ്ങൾ കാണാതെ പോകും. വീണ്ടും ഡൗട്ട്ഫുൾ ആവും. നിങ്ങൾ വീണ്ടും എന്തുകൊണ്ട് എന്ന് ചിന്തിച്ചുകൊണ്ടേയിരിക്കും, അതെങ്ങനെ സംഭവിക്കും എന്ന് ചിന്തിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ പഴയ മുറിവുകൾ ഉണക്കാതിരുന്നാൽ പുതിയ കാര്യങ്ങൾ വീണ്ടും ആ പഴയ പാറ്റേണിൽ തന്നെ നിങ്ങൾ തന്നെ ഉണ്ടാക്കും, കൺട്രോൾ ചെയ്ത് നിങ്ങൾ തന്നെ ഉണ്ടാക്കും. അത് മാറ്റിക്കളയണം എന്നാണ് ഇതിൽ അടുത്ത് വന്നിട്ടുള്ളത്. ഇതിൽ ഹീൽ ചെയ്യണം എന്നാണ് കേട്ടാ. നിങ്ങൾ പാസ്റ്റിലുള്ള ആ ഒരു മുറിവുകളെല്ലാം നിങ്ങൾ ഹീൽ ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോഴ് നിങ്ങൾക്കറിയാം നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിക്കുന്നു, പക്ഷെ അത് നിങ്ങൾ വിശ്വസിക്കാനോ അത് അക്സെപ്റ്റ് ചെയ്യാനോ പലപ്പോഴും നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ്. ഇത് വളരെ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു കാർഡാണ്. ഇപ്പോൾ ഒരു ശൂന്യത പലപ്പോഴും നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും, ഓ ഒന്നുമില്ലല്ലോ, അല്ലെങ്കിൽ ഒന്നുമില്ലാത്തൊരവസ്ഥ, ഒരു നത്തിങ്നെസ്, അതാണ് ഒന്നുമില്ലാത്ത ശൂന്യത. ഇത് ശൂന്യതയിലാണ് ഒരുപാട് മാറ്റങ്ങൾ വരുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പലപ്പോഴും അയ്യോ എൻ്റെ മുന്നിലൊന്നുമില്ലല്ലോ, അല്ലെങ്കിൽ എനിക്കിപ്പം എൻ്റെ ചിന്തിക്കുമ്പോൾ ഒന്നുമില്ലാത്തത്, ചിലപ്പോൾ ഒരു സോൾ കണക്ഷൻ തോന്നില്ല, ഒരു ഡിവൈൻ എനർജി നമുക്ക് വരുന്നൊന്നും തോന്നില്ല, ഒരു പോസിറ്റിവിറ്റി വരുന്നൊന്നുമില്ല, ഒരു ശൂന്യമായിരിക്കുന്നു എന്നുള്ളതാണ്. ആ ശൂന്യതയിലാണ് പുതിയ പല കാര്യങ്ങളും വരുന്നതെന്ന് നിങ്ങളുടെ സോള് നിങ്ങളോട് പറയണം എന്നുള്ളതാണ്. അത് നിങ്ങൾ അറിയണം. ശൂന്യതയിലാണ് പല കാര്യങ്ങളും സംഭവിക്കുന്നത് എന്നുള്ളതാണ്. വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നത് ശൂന്യതയിലാണ്, അല്ലെങ്കിൽ നിശബ്ദതയിലാണ് എന്നുള്ളതാണ്. അപ്പൊ അടുത്ത് വന്നിട്ടുള്ളത് ഫ്ലവറിങ് ആണ്. അപ്പൊ ഈ ഒരു റീഡിങ്ങിൽ ഏറ്റവും പവർഫുൾ ആയിട്ടൊരു മെസ്സേജാണ് ഈ ഒരു ഫ്ലവറിങ്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. കാരണം നിങ്ങൾ വിടരുന്നു എന്നുള്ളതാണ് കേട്ടോ. നിങ്ങളുടെ ആത്മീയ വളർച്ച, നിങ്ങൾക്ക് സംഭവിക്കുന്ന ഹീലിംഗ്, നിങ്ങൾ ചിലപ്പോൾ അത് അറിയുന്നില്ലെങ്കിൽ അത് സംഭവിക്കുന്നു. നിങ്ങൾ അറിയുന്നില്ല എന്ന് വെച്ച് അത് സംഭവിക്കാതിരിക്കുന്നില്ല എന്നാണ് നിങ്ങളുടെ സോൾ പറയുന്നത്. കാരണം പാസ്റ്റിൽ സംഭവിച്ച ട്രോമയൊക്കെ നിങ്ങൾ ഹീൽ ചെയ്യുന്നുണ്ട്. അത് ഓട്ടോമാറ്റിക്കായിട്ട് പ്രപഞ്ചം തന്നെ അത് ഹീൽ ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾ പഠിക്കുന്ന കാര്യം, നിങ്ങളുടെ പ്രാർത്ഥനകൾ, അപ്പോൾ എല്ലാം ഫലം കാണാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഈ ഒരു സമയം മുതൽ. നിങ്ങളുടെ യഥാർത്ഥത്തിലുള്ള ഒരു രൂപത്തിലേക്ക് നിങ്ങൾ മാറുന്നു എന്നാണ് സോള് പറയുന്നത്. ഈ ഒരു സമയം യഥാർത്ഥത്തിൽ നിങ്ങളുടെ രൂപമല്ല, പൂർണ്ണമായിട്ടുള്ള നിങ്ങളുടെ രൂപമല്ല, നിങ്ങളുടെ യഥാർത്ഥത്തിലുള്ള രൂപത്തിലേക്ക് നിങ്ങൾ വരുന്നേ ഉള്ളൂ എന്നാണ്. പിന്നെ ബോട്ടം വന്നിട്ടുള്ളത് പ്രൊജക്ഷൻസ് ആണ്. ഇത് നിങ്ങളെപ്പോഴും നിങ്ങളത് മറ്റുള്ളവരെന്തെങ്കിലും കാണിക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരെ കാണുമ്പോൾ
നിങ്ങളുടെ പേടി അല്ലെങ്കിൽ നിങ്ങളായിട്ട് നിങ്ങൾ മറ്റുള്ളവരെ കാണാൻ ശ്രമിക്കാതിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ കാണുന്ന പല കാര്യങ്ങളും യാഥാർത്ഥ്യമല്ല. നിങ്ങൾ മറ്റുള്ള ഒരാൾ എന്തെങ്കിലും ചെയ്യുന്നത് കാണുമ്പം ഇത് ഞാൻ തന്നെയാണെന്ന് ചിന്തിക്കും നിങ്ങൾ. അപ്പോൾ നിങ്ങളുടെ പല പേടികളും പ്രൊജക്റ്റ് ചെയ്ത് വരും. കാരണം വേറൊരാളിന് ഒരു കാര്യം സംഭവിച്ചു എന്ന് പറയുമ്പം അത് നിങ്ങളിലേക്ക് നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. ഓ ഇതെനിക്ക് എന്നുള്ള രീതിയിൽ. അപ്പം നിങ്ങൾ ആ ഒരു കാര്യം നിങ്ങളുടെ ഉള്ളിലുള്ള ഭയമാണ് അത് നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങളാണ് എന്ന് ചിന്തിക്കുന്നത്. അപ്പം അത് മനസ്സിന്റെ പ്രതിഫലനം മാത്രമാണ്. വേറൊരാളിന് എന്തെങ്കിലും നെഗറ്റീവായിട്ടൊരു കാര്യം സംഭവിച്ചു ഉടനെ അയ്യോ ഇത് എനിക്കും വന്നാലോ എന്നുള്ള ചിന്ത വരും. അപ്പൊ അങ്ങനെ വരരുത്. അത് നിങ്ങളുടെ മനസ്സ് കൽപ്പിക്കുന്നതാണെന്ന് മാത്രമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു സമയം നിങ്ങളുടെ വേദനകളെല്ലാം വിട്ടയക്കണം. ആ വേദനകൾ നിങ്ങൾക്ക് ഇനി വേണ്ട എന്നുള്ളതാണ്. പിന്നെ എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യണം എന്നുള്ളൊരു ചിന്തയും നിങ്ങൾക്ക് വേണ്ട. നിങ്ങൾ ശരിക്കും നിങ്ങൾക്ക് സൃഷ്ടിപരമായ പല കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ, ക്രിയേറ്റീവ് എനർജി ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഈ ഒരു സമയം നിങ്ങൾ ലോകത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരണം. നിങ്ങൾ തന്നെ അത് മനസ്സിലാക്കണം നിങ്ങൾക്ക് എന്തൊക്കെ കഴിവുകളാണ് ഉള്ളതെന്നുള്ളതാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കാത്ത പല കാര്യങ്ങളും നിങ്ങളുടെ മുന്നിലുണ്ട് എന്നുള്ളതാണ് സോള് പറയുന്നത്. നിങ്ങളിപ്പോൾ മനസ്സിലാക്കേണ്ടുന്നത്, എന്നാൽ നിങ്ങൾ തിരിച്ചറിയാത്തതുമായിട്ടുള്ള ഈ ഒരു സമയം നിങ്ങൾ തിരിച്ചറിയാത്തതുമായിട്ടുള്ള കുറേ കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ട്. നിങ്ങൾ സോൾ അത് ആഗ്രഹിക്കുന്നു. അപ്പോൾ അത് കൂടുതൽ നിങ്ങൾ മനസ്സിലാക്കാൻ, നിങ്ങളെപ്പറ്റി മനസ്സിലാക്കണം എന്നുള്ളതാണ് ഈ ഒരു കാര്യം സോള് നിങ്ങളോട് പറയുന്നത്. അപ്പൊ ഇതിലൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. നിങ്ങൾ എന്തൊക്കെയാണോ ആഗ്രഹിക്കുന്നത് അതെല്ലാം നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഈ ഒരു ഇതില് ഈ പ്രൊജക്ഷൻസില് 2 മുഖങ്ങളുണ്ട്. പക്ഷെ അതിന്റെ നടുക്ക് വേറെ കുറെ കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. ഈ മുഖങ്ങൾ മാത്രമേ ശ്രദ്ധിക്കുന്നുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ നിങ്ങളെ തന്നെ മറ്റൊരാളിൽ കാണാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അത് വേണ്ട, ഭയം വേണ്ട എന്നാണ്. ഇതാണ് സോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ പെട്ടെന്ന് നിങ്ങൾക്കൊരു മാറ്റം വരുന്നു. നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ശക്തി അത് നിങ്ങളെ അറിയിക്കുന്നു എന്നാണ്. ഇത് നിങ്ങളുടെ ഈ ഒരു മെസ്സേജ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എന്റെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.